ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊച്ചി എയർപോർട്ടിലാണ്. അപ്പോൾ എങ്ങടെ പോകണം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിട്ടുള്ള ഇൻഡിഗോൻ്റെ ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. അത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല. കൊച്ചി ടു ബാംഗ്ലൂർ നമുക്ക് 1 hour ആണ് കേട്ടോ ഫ്ലൈയിങ് ടൈം വരുന്നത്. അതിനുശേഷം നമ്മൾ ബാംഗ്ലൂരിലെത്തിയതിന് ശേഷം നമുക്ക് 6 hours വെയിറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നറിയില്ല. നമ്മൾ ബാംഗ്ലൂർ പുറത്ത് പോയി കറങ്ങാമെന്ന് പറഞ്ഞാൽ അതിന് ആയിട്ടുള്ള ടൈം ഉണ്ട്. ലൈക്ക് പുറത്ത് നമുക്ക് ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, നമുക്കവിടെ അങ്ങനെ ബാംഗ്ലൂർ വേറെ ആരും ഇല്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നല്ല ടയേർഡും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ബാംഗ്ലൂർ എയർപോർട്ട് കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ അത് നമ്മുടെ ഇന്ത്യയിലെ ഫസ്റ്റ് PPP മോഡലിൽ വരുന്ന ഗ്രീൻഫീൽഡ് എയർപോർട്ടാണ് കേട്ടോ ബാംഗ്ലൂർ. അതേപോലെ അത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് അടിപൊളിയാണ്. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ബാംഗ്ലൂർ എയർപോർട്ടിന്. അങ്ങനെ നമ്മൾ വീണ്ടും ഫ്ലൈറ്റ് കയറി ഇപ്പോൾ എത്തിയിട്ടുള്ളത് ചണ്ഡീഗഡ് എയർപോർട്ടിലാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് നമുക്ക് ഇനിയും 2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നമുക്ക് മൊത്തം 12.5 മണിക്കൂർ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ജേർണി കുറച്ചധികം ഹെക്ടിക്കായിരുന്നു. ബട്ട് നമ്മൾ ഫൈനലി പഞ്ചാബിൽ ലാൻഡ് എയർപോർട്ടിൽ നിന്ന് തന്നെ ക്യാബ് വിളിക്കുക കേട്ടോ ചെയ്തു. കാരണം നമുക്ക് ഒരു 2.5 മണിക്കൂറുണ്ട് ഇവിടുന്ന് കോളേജിലേക്ക്. നമ്മൾ LPUക്ക് ആട്ടോ പോകണേ. ഞാൻ LPUവിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം ലാസ്റ്റ് വീക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ലേറ്റാണ്. കാരണം നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് രാമേശ്വരമൊക്കെ പോയി വന്നല്ലേ ഉള്ളൂ. എന്നിട്ട് ഇന്നലെ അക്കൗണ്ട് അരങ്ങേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മളിവിടെ പഞ്ചാബിലെത്തിയത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ക്യാബ് വിളിച്ച് ക്യാബിന് ഓൾമോസ്റ്റ് 3.5K ആ ഒരു റേഞ്ചാട്ടോ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ പറഞ്ഞതിലും കുറവിന് കിട്ടുമായിരിക്കും, അറിയില്ല. നമുക്ക് കിട്ടിയത് ഈ ഒരു റേറ്റിനാണ്. അപ്പോൾ നമുക്ക് വിശക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കഴിച്ചതല്ലേ. അപ്പോൾ അങ്ങനെ ഡ്രൈവറിനോട് പറഞ്ഞപ്പോൾ ആൾ നമ്മളൊരു ഹോട്ടലിലേക്ക് കൊണ്ടുവന്നു. ഹവേലിക്കാട്ടോ കൊണ്ടുവന്നത്. ഹവേലി അവിടുത്തെ ആക്ച്വലി നല്ലൊരു ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചന ഭട്ടൂര കഴിച്ചു. പിന്നെന്താ അമൃത്സറി കുൽച്ച കഴിച്ചു. പിന്നെ ഒരു ആലു പൊറാട്ട പനീർ പൊറാട്ടയാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ജലന്ധറിക്കാണ് പോയത്. അവിടെ ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ. കാരണം അക്കുവിനും അമ്മയ്ക്കും അച്ഛനൊക്കെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ ചെക്ക് ഇൻ ചെയ്ത് അവരുടെ ലഗേജൊക്കെ അവിടെ വെച്ചു. കാരണം ഹോസ്റ്റലിൽ പോകുമ്പോൾ, ഹോസ്റ്റലും കോളേജും ഒരേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. കോളേജിനുള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ. അവിടെ പോകുമ്പോൾ എൻ്റെ ലഗേജ് മാത്രം കൊണ്ടുപോയാൽ മതിയില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചത് നമ്മൾ ഹോട്ടലിൽ ആദ്യം ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ആദ്യം LPU കണ്ടപ്പോൾ എൻ്റെ ഒരു ഇത് എന്താ പറയുക, ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും LPU ഇത്ര വലുപ്പമൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് കണ്ടപ്പോൾ എന്താ പറയുക, ഒരു മാതിരി ഒരു സിറ്റിയുടെ ഉള്ളിൽ കയറിയ ഒരു ഫീലായിരുന്നു. കാരണം ഒരുപാട് ബിൽഡിങ്, എല്ലാ ബിൽഡിങ് കാണും ഒരേപോലെ. ലൈക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. എല്ലാതും ഒരേപോലെ ഇത് എന്താ നടക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ലഗേജും എല്ലാം ആയിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോയത്. അപ്പോൾ അങ്ങോട്ട് പോയതിന് ശേഷം എൻ്റെ കസിൻ ആക്ച്വലി അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവളുള്ളതുകൊണ്ട് നമുക്കെല്ലാം പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിങ്ങിൻ്റെ പരിപാടി, ഫോട്ടോ എടുക്കൽ, ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക, അങ്ങനെ അതൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ പട്ടിക്കുട്ടികളെ കണ്ടപ്പോൾ അക്കു പട്ടിക്കുട്ടികളുടെ പിന്നാലെ നടക്കുക കേട്ടോ. അവിടെ നല്ല രസം, കുറേ പട്ടിക്കുട്ടികളുണ്ട്. ചെറുതിങ്ങനെ ഉണ്ടമണിയായിട്ട് നടക്കുന്ന കുറേ പട്ടിക്കുട്ടികളെ കാണാൻ പറ്റും കേട്ടോ. അത് LPUവിലൊരു പ്രത്യേകതയാണ്. എവിടെ പോയാലും പട്ടികളുണ്ടാവും. ലൈക്ക് ഹോസ്റ്റലിൻ്റെ ഉള്ളിലായാലും അതെ, ലൈക്ക് നമ്മുടെ റൂമിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ പട്ടിക്കുട്ടികൾ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത സെറ്റ് കണ്ടു കേട്ടോ, പട്ടിയും അമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അച്ഛനും അമ്മയും ആക്കും തിരിച്ചു പോവുകയാണ്. ലൈക്ക് ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. അവരിന്ന് അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ അമൃത്സറിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനാണെങ്കിൽ ഹോസ്റ്റലിലായിരിക്കും, കാരണം എനിക്ക് നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ കമൻറ്റ് സെക്ഷനിൽ.